രാവിലെ തന്നെ ഷിനാജും കുഞ്ഞുമണിയും കൂടെ എവിടെയോ പോയിരിക്കുമായിരുന്നു കേട്ടോ. വൈകുന്നേരമാണ് പിന്നെ അവർ വന്നത്. വന്നിട്ടതേ മണി നമ്മുടെ വീട് പണി എന്തായി ഏതായെന്നൊക്കെ കയറി നോക്കുവാണ്. ഷിനാജും ഉമ്മയും കൂടെ നനക്കുന്നുണ്ട്. ഞാൻ പിന്നെ കയറിയില്ല, കുറച്ച് ധൈര്യം കൂടുതലായതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് താഴെ. എനിക്ക് ധൈര്യം കുറച്ച് കൂടുതലായതുകൊണ്ട് ഞാൻ കയറിയില്ല മക്കളെ. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിലെ ഏണി കയറിയപ്പോൾ ഒരു ചേച്ചി താഴെ വീണ വീഡിയോ ഉണ്ട്. അത് കണ്ടതോടെ ശുഭം പേടി കൂടി. വീടിൻ്റെ അകത്ത് നമ്മൾ സ്റ്റെയർ വെക്കാത്ത എന്താണെന്ന് കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പണിയെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് റെഡിമെയ്ഡ് സ്റ്റെയർ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നിലവിൽ കഴിഞ്ഞ പണി എന്താണെന്ന് വെച്ചാൽ സ്റ്റെയർ റൂം വാർത്തു, പിന്നെ ഷോവാളിൻ്റെ കുറച്ച് പണി, അടുക്കളയിൽ ഇതേ ഈ ഒരു സംഭവം ഇല്ലേ അതൊക്കെ കെട്ടി. ഞങ്ങൾ വണ്ടി കൊടുക്കാൻ ഫവാസിനടുത്ത് പോവാണ്. അത് ഷിനാജ് ഓടിക്കും, സ്കൂട്ടി ഞാൻ ഓടിച്ച് ബാക്കിൽ പോകും. മണ്ണാർക്കാട് കൊണ്ട് കൊടുക്കണം. ഇനി ഞങ്ങൾ പോയിട്ട് വരട്ടെ. എന്തൊരു ഹെൽമെറ്റ് ഇത്. ഈ RX നമ്മുടെ തന്നെയാണ് കേട്ടോ. പക്ഷേ ഡെയിലി ഷിനാജിന് വർക്കിന് അത് കൊണ്ടുപോകുന്നത് അത്ര പോസിബിൾ അല്ല, കാരണം നല്ല എണ്ണച്ചെലവാണ്. അപ്പോൾ ഡെയിലി വർക്കിന് പോകുമ്പോൾ സ്കൂട്ടി കൊണ്ടുപോകും. ഇത് നമ്മൾ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ, അതായത് കല്യാണ ഫംഗ്ഷൻസ് എന്തെങ്കിലുമൊക്കെ പരിപാടി ഫാമിലി വരുമ്പോൾ ഫവാസിൻ്റെ അടുത്ത് വാങ്ങിച്ചുകൊണ്ട് വരും. അത് ഫവാസ് തന്നെയാണ് വണ്ടി കൊണ്ടു നടക്കുന്നത്. അങ്ങനെ ഫവാസിൻ്റെ കടയുടെ അവിടെ വണ്ടി വെച്ചിട്ട് നമ്മൾ നേരെ പരാഗിലേക്കാണ് കേട്ടോ പോയത്. എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ പർപ്പിളിലും കയറി അവിടെ നിന്നും കുറച്ച് സാധനം വാങ്ങിച്ചപ്പോഴാണ് ഇവന്മാർ രണ്ടുപേരും കൂടെ വന്നത്. അങ്ങനെ നമ്മൾ നേരെ പെരിന്തൽമണ്ണക്കാണ് കേട്ടോ പോണത്. അവിടെ എത്തിയാൽ പിന്നെ നമ്മുടെ തറവാട്ടി കയറാതെ വേറെ അങ്ങോട്ടും പോകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആദ്യം നെസ്റ്റോയിലോട്ടാണ് കേട്ടോ കയറിയത്. ഇവിടെ വന്നത് എനിക്ക് ഷിനാജിന് 1-2 സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഉടനെ നമ്മൾ ട്രിപ്പ് പോകുന്നു, അപ്പോൾ അത് സംബന്ധമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ അതിപ്പോൾ ഓർമ്മ വരുമ്പോൾ ഓരോന്ന് അങ്ങനെ പോയി വാങ്ങിക്കും. പക്ഷെ നടന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ. ലക്കടിച്ചത് കുഞ്ഞുമണിക്കാണ്. കുഞ്ഞുമണി 1-2 ഡ്രസ്സൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അർജൻറ്റായിട്ടൊരു ഷൂ വേണമായിരുന്നു. അപ്പോൾ അത് വാങ്ങാൻ കയറിയിട്ടാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുന്നതൊന്നും ഇവരെടുക്കാൻ സമ്മതിക്കുന്നില്ല. കണ്ണാപ്പി മോഡലാണെന്നും പറഞ്ഞു. ഈ ഒരു ഷൂ ഫവാസ് സെലക്ട് ചെയ്ത് തന്നെയാണ് കേട്ടോ. പക്ഷേ എനിക്കിത് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇതിൻ്റെ എന്തൊക്കെയോ ഒരു സംതിങ് മിസ്റ്റേക്ക് തോന്നി. പിന്നെ ഇത് ഈ ഒരു ഷൂ ആണ് കേട്ടോ എടുത്തത്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഭംഗി തോന്നിയപ്പോൾ ഇതെടുത്ത്. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നേരെ നമ്മളെ വയറ് നിറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ. ഇവന്മാർ 3 പേരും നല്ല ഫുഡീസാണ് കേട്ടോ. ഇവരുടെ കൂടെ ഞാൻ കഴിക്കാനിരുന്ന ഞാൻ അവരുടെ ഒരു അരികിൽ പോലും എത്തത്തില്ല. മട്ട സൂപ്പ് വാങ്ങിച്ചിട്ട് ചിക്കൻ സൂപ്പാന്നും പറഞ്ഞ് എന്നെ പറ്റിക്കാൻ കുറേ നോക്കി ഷിനാജ്, പക്ഷേ നടന്നില്ല. മട്ടനും ബീഫൊന്നും ഞാൻ പൊതുവേ കഴിക്കത്തില്ലല്ലോ. അപ്പോൾ ഷിനാജ് ആണെങ്കിൽ മട്ടൻ സൂപ്പ് നല്ല ഹെൽത്തിയാണ്, കുറച്ച് കുടിക്കുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിർബന്ധിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് എന്തോ മട്ടൻ്റെ ഒരു ഫുഡ് ഐറ്റം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. പിന്നെ ബട്ടർ നാനും ബട്ടർ ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ദേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. എപ്പോഴും ബാക്ക് സീറ്റിൽ ഇരിക്കുന്ന ഞാനും ഷിനാജും ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് അവന്മാർ രണ്ടിനെ പുറകിലോട്ട് ഇട്ടിട്ട് ദേ ഞങ്ങൾ ഫ്രണ്ടിൽ കയറിയിരുന്ന്